വണ്ടി വീട്ടിൽ കൊണ്ടുവന്നു, അമ്പലത്തിൽ കൊണ്ടുപോയി പൂജിച്ചു. എന്നിട്ട് തിരിച്ചിപ്പോൾ വന്നതേ ഉള്ളൂ. പൂജിക്കാൻ പോയതൊന്നും നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല. അപ്പം ഇനി വണ്ടിയെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. അത് എന്നേക്കാൾ നന്നായി പറയാൻ അറിയാവുന്നത് ഏട്ടപ്പൂനാണ്. കാരണം വണ്ടിയെപ്പറ്റി നല്ല പോലെ നോളജ് ഉള്ളത് ഏട്ടപ്പൂനാണ്. അപ്പോൾ ഏട്ടപ്പൂ അത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. നിങ്ങൾക്കും ഭാവിയിൽ അല്ലെങ്കിൽ ഇപ്പം പുതുതായിട്ട് EV മേടിക്കാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ അത് യൂസ്ഫുൾ ആയിരിക്കും. മേടിച്ചവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അതിനകത്തൊന്ന് ഉപകാരപ്പെട്ടാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ. അപ്പം നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇതാണ് നമ്മുടെ ബജാജ് ചേതക്ക് C503 എന്ന് പറയുന്ന ഒരു മോഡലാണ് നമ്മൾ മേടിച്ചേക്കുന്നത്. അത് C501 ഉണ്ട്, C502 ഉണ്ട്, C503 ഉണ്ട്. അതായത് ഇത് ഏകദേശം 151 കിലോമീറ്ററാണ് കമ്പനി ഈ വണ്ടിക്ക് പറയുന്ന റേഞ്ച്. നമുക്ക് 135 വരെ കമ്പനിക്ക് റേഞ്ച് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ C503 എന്ന് പറയുന്ന മോഡലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ബജാജിന്റെ ചേതക്ക് C3503 എന്ന് പറയുന്ന മോഡലാണത്. അത് C3501 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. ഇതിൽ നമ്മൾ 503 ആണ്. കാരണം ഇത് എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഡിജിറ്റൽ ടച്ച് സ്ക്രീൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് ആവശ്യം എന്താണെന്ന് വെച്ചാൽ റേഞ്ച് ആയിരുന്നു. അപ്പൊ ഏകദേശം ആ C3 സീരീസിൽ ഏകദേശം 151 കിലോമീറ്റർ റേഞ്ചാണ് കമ്പനി അവകാശപ്പെടുന്നത്. അതിൽ 136 റേഞ്ചോളം കമ്പനി ഇത് കസ്റ്റമർക്ക് റേഞ്ച് കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെ നോക്കിയപ്പോഴത്തേനും നമുക്ക് വേണ്ടത് ഈ റേഞ്ചാണ്. പിന്നെ 02നും 03ക്കും 153 കിലോമീറ്റർ റേഞ്ചാണ് കമ്പനി പറഞ്ഞത്. അതിനും ഏകദേശം ഇതിനേക്കാൾ 2 കിലോമീറ്റർ റേഞ്ച് കുറച്ചും കൂടെ കൂടുതലുള്ളൂ. പിന്നെ പ്രൈസിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വേരിയേഷൻ ഉണ്ട്. അതിൽ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്, പിന്നെ മൊബൈൽ കണക്ടിവിറ്റി, ഇതിൽ കണക്ടിവിറ്റി ഉണ്ടെങ്കിലും ബാക്കിയുള്ള കുറച്ചും കൂടെ ഫീച്ചേഴ്സ് കൂടുതൽ ആ മോഡലാണ്. അപ്പൊ നമുക്കത് C3 സീരീസിലെ കുറച്ച് ബേസ് മോഡലാണ്. പക്ഷേ ഈ ബേസ് മോഡലാണെന്ന് പറഞ്ഞാലും ഇതിനകത്ത് അനലോഗിന്റെ ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ വണ്ടി എടുക്കാനുള്ള കാരണം പറഞ്ഞിരുന്നു, പെട്രോളിന്റെ ഉപയോഗം, ആ പൈസ സേവിങ്സ്, അങ്ങനെ കുറെ കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ ഇതിലോട്ട് വന്നത്. കാരണം EMI അടയ്ക്കണം, വണ്ടിയുടെ പെട്രോൾ മേടിക്കണം, അല്ലേ ദൈവം? അതുകൊണ്ടാണ് നമ്മൾ ഈ വണ്ടിയിലോട്ട് വന്നത്. പിന്നെ ഇതില് നമ്മൾ ആദ്യം പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു, അതായത് വണ്ടിക്ക് സബ്സിഡി ഇപ്പം ഗവൺമെന്റ് എടുത്ത് കളഞ്ഞു എന്നാണ് നമ്മളോട് പറഞ്ഞത്. അങ്ങനെ ഏകദേശം വണ്ടിയുടെ വില 140 സംതിങ് ആവും വണ്ടിയുടെ വില എന്ന് പറഞ്ഞു. ഓൺ റോഡ് ഏകദേശം 137 സംതിങ് വണ്ടിക്ക് ഓൺ റോഡ് പ്രൈസ് ആണ് കമ്പനി പറഞ്ഞത്. അതായത് 1,22,000 ചില്ലറ, കറക്റ്റ് എമൗണ്ട് ഞാൻ ഓർക്കുന്നില്ല, 1,22 സംതിങ് ആണ് വണ്ടിക്ക് എക്സ് ഷോറൂം പ്രൈസ് കമ്പനി പറഞ്ഞത്. അപ്പൊ നമ്മള് ബില്ലടിച്ചു. ഇതിനൊക്കെ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ബജാജിന്റെ തന്നെ ചേതക്കിന്റെ ഒരു വാട്സാപ്പ് ത്രൂ നമുക്ക് മെസ്സേജ് വരുന്നുണ്ട്. ഇൻവോയ്സ് നമുക്ക് വാട്സാപ്പ് വഴിയും മെയിൽ വഴിയും വരുന്നുണ്ട്. ആ മെയിൽ ഈ സമയത്ത് നമുക്ക് കിട്ടിയ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1,17 ഏകദേശം എക്സ് ഷോറൂം പ്രൈസിനേക്കാളും 5,000 രൂപ കുറഞ്ഞിട്ടുള്ള ഇൻവോയ്സ് ആണ് നമുക്ക് കിട്ടിയത്. ഞാൻ പറഞ്ഞത് വ്യക്തമായിട്ട് കേൾക്കണം. എക്സ് ഷോറൂം പ്രൈസ് കമ്പനി പറഞ്ഞതിനേക്കാളും 5,000 രൂപ കുറച്ചുള്ള ഇൻവോയ്സ് ആണ് നമുക്ക് ബജാജ് നമുക്ക് വാട്സാപ്പ് ത്രൂ അയച്ചു തന്നത്. പക്ഷെ ഷോറൂമിൽ വാട്സാപ്പിൽ മെയിലിൽ ഷോറൂമിൽ നിന്ന് വന്ന ഇൻവോയ്സിനകത്ത് 1,22 ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അതിന്റെ റീസൺ ചോദിച്ചു. പിന്നെ റീസൺ കുറച്ച് കേട്ടപ്പോൾ ആദ്യം എന്നെ സംബന്ധിച്ചോളം നമ്മൾ എന്താ പറയുക, നമ്മൾ ഇൻവോയ്സ് പ്രകാരം GST ബില്ല് അടിച്ചേക്കുന്ന എന്താണോ ആ റേറ്റേ നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. നമുക്കത് കട്ടായം പിടിച്ചേക്കാം. പക്ഷെ അവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് സബ്സിഡി ഗവൺമെന്റ് ഇല്ല എന്നായിരുന്നു അവർ ആദ്യം പറഞ്ഞിരുന്നത്. പിന്നെ രണ്ടാമത് ഒന്നും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന പോലെ 5,000 രൂപ നേരത്തെ കട്ട് ചെയ്ത് കളഞ്ഞിരുന്നു ജൂലൈ മാസം മുതൽ. പക്ഷെ നമുക്കത് കട്ട് ചെയ്തിട്ടില്ല. അപ്പൊ അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അവർക്ക് കറക്റ്റായിട്ട് അറിയത്തില്ലാത്തതുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്തതെന്നാണ് പറയുന്നത്. എത്രത്തോളം വിശ്വസനീയമാണ് എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ അതിൽ കട്ടായം പിടിച്ചിരുന്നു. അപ്പോഴവരെന്നോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 60 മുതൽ 120 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്ത് തരും എന്നാണ് നമ്മളോട് പറഞ്ഞത്. ഈ 5,000 രൂപ. അപ്പം നമ്മൾ ഏത് വണ്ടി എടുക്കുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് എടുക്കുന്ന ഡീലർ ഇരുന്ന ഇൻവോയ്സ് മാത്രമല്ല, നമ്മുടെ മെയിൽ വഴിയും വാട്സാപ്പ് വഴിയും വേറൊരു ഇൻവോയ്സ് ഫിനാൻസ് പിടിപ്പിച്ചെടുക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഈ പറഞ്ഞ 5,000 രൂപ ആദ്യം സബ്സിഡി നമ്മളോട് പറഞ്ഞത് നമ്മളുടെ അക്കൗണ്ടിലേക്ക് 5,000 രൂപ വരും എന്നാണ് പറഞ്ഞത്. പക്ഷെ അങ്ങനെ വരില്ല എന്നുള്ളതാണ് എനിക്ക് ആ ഇൻവോയ്സ് നോക്കി മനസ്സിലായത്. കാരണം ഏത് ഡീലറാണോ, ഉദാഹരണത്തിന് ഞാൻ ഡീലറിന്റെ പേര് പറയുന്നില്ല, അതായത് അനന്തു മോട്ടോഴ്സ് എന്ന് പറയുന്ന ഡീലറാണ് ഈ വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ ആ ഡീലർക്കാണ് 5,000 രൂപ ഗവൺമെന്റ് സബ്സിഡി ചെയ്ത് കൊടുക്കുന്നത്. ആദ്യത്തെ ബില്ലിൽ തന്നെ, അതായത് വണ്ടിയുടെ എക്സ് ഷോറൂം പ്രൈസിൽ
തന്നെ ഈ 5000 രൂപ കുറച്ചിട്ടുണ്ട് ഓൾറെഡി. രണ്ടാമത് ഈ 5000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് വരുന്നത് PM-E-Drive എന്ന് പറയുന്ന സ്കീം പ്രകാരം അവിടെ നല്ല നിങ്ങൾക്ക് വരുന്നത്. നിങ്ങൾ എടുക്കുന്ന ഡീലറാണ് നിങ്ങൾക്ക് ഈ പണം തരേണ്ടത്. സത്യത്തിൽ ഇതിന്റെ യാതൊരു ആവശ്യവുമില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വണ്ടി ഇല്ലെങ്കിൽ ഏത് ഇലക്ട്രിക് വണ്ടി ആകട്ടെ 5000 രൂപ സബ്സിഡി ഉണ്ടെങ്കിൽ ആ എമൗണ്ട് നിങ്ങൾക്ക് ഓൾറെഡി ഇൻവോയ്സ് പ്രകാരം കുറച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ടുള്ള EMI-യും അത് വെച്ചിട്ടുള്ള ടാക്സും ഇൻഷുറൻസും മാത്രമേ എടുക്കേണ്ട ആവശ്യമുള്ളൂ. അതാണ് റൂള്. അതാണ് ശരിക്കും 100% ചെയ്യേണ്ടത്. പക്ഷെ ഇവര് നമ്മളോട് പറഞ്ഞത് ഇവർക്ക് ഒരുപാട് പണം ഇതുപോലെ സബ്സിഡി ഉറച്ചു കൊടുത്തിട്ട് അവിടുന്ന് കിട്ടിയിട്ടില്ല, നഷ്ടമായി പോയി. അത് ഗവൺമെന്റിന്റെ ഭാഗത്ത് തെറ്റ് കാണാം, ചിലപ്പോൾ ഡീലർ പറയുന്നതാകാം, സത്യാവസ്ഥ നമുക്ക് അറിയത്തില്ല. അപ്പൊ നമ്മളോട് പറഞ്ഞു ഞങ്ങളുടെ സ്റ്റാഫിന്റെ സാലറി കട്ട് ചെയ്യുന്നുണ്ട്, ഇതുകൊണ്ട് ഈ 5000 രൂപ വെച്ച് കട്ട് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങള് അതുകൊണ്ട് ഞങ്ങൾ സ്റ്റാഫ് എല്ലാവരും അത് ഞങ്ങൾ മീൻസ് ആ ഒരു ഡീലർ എടുത്തൊരു തീരുമാനമാണ്. ആദ്യം കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ഈ 5000 രൂപ മേടിച്ചു വെക്കുക, എന്നിട്ട് ഈ 5000 രൂപ PM-E-Drive പ്രകാരം ഈ ഡീലർക്ക് ക്രെഡിറ്റ് ആയാൽ ഈ 5000 രൂപ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ ഒരിക്കലും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ ഓർത്തപ്പോ നോക്കെ നമ്മളോട് ഒരു പറഞ്ഞ 60 തൊട്ട് 120 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞു. അപ്പൊ ഇവര് നമ്മളോട് പറഞ്ഞ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വണ്ടി എടുക്കാൻ നേരത്ത് PM-E-Driveന്റെ ഒരു കാറ്റലോഗ് ഒരു ലോഗോ ഉണ്ട്, അതിനവിടെ നിന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് സർട്ടിഫിക്കറ്റ് നിൽക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ഈ സാധനം അവരുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്തതിനു ശേഷം 60 അല്ലെങ്കിൽ 120 ദിവസത്തിനുള്ളിൽ പേയ്മെന്റ് ഞങ്ങൾക്ക് ക്രെഡിറ്റ് ആവും, കയറി പറഞ്ഞാൽ നിങ്ങൾക്ക് തരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ കിട്ടുമോ ഇല്ലയോ എന്നുള്ളതല്ല, എനിക്ക് 120 ദിവസത്തിന് ശേഷം പേയ്മെന്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എനിക്കിത് എങ്ങനെ പോകണം എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരാളുടെ കയ്യിൽ നിന്നുള്ള പൈസ അല്ല ഇത്. എല്ലാ ഡീലർമാരും ചിലപ്പോൾ ഇത് കാണിക്കുന്നുണ്ടാവും. മനസ്സിലായില്ലേ? ഈ 5000 രൂപ ഗവൺമെന്റിന്റെ റൂൾ പ്രകാരം കസ്റ്റമർക്ക് കിട്ടി, സത്യത്തിൽ എനിക്ക് കിട്ടിയിട്ടില്ല. ഗവൺമെന്റ് വിചാരിക്കുന്നത് ഈ 5000 രൂപ എനിക്ക് ഡീലർ 5000 രൂപ കുറച്ച് തന്നു എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് 5000 രൂപ കിട്ടിയിട്ടില്ല. പക്ഷെ ഈ സാധനത്തിനുള്ള പ്രൂഫ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ എടുക്കുന്ന സർട്ടിഫിക്കറ്റ് PM-E-Drive അപ്ലോഡ് ചെയ്യുന്ന എന്തിനാണെന്നറിയാവോ? ഞാൻ ഈ 5000 രൂപ മേടിച്ച ആളാണ് എന്നുള്ള എവിഡൻസ് ആണ് അത്. അങ്ങനെ നോക്കിയാൽ പോലും അവർക്ക് സംബന്ധിച്ചോളം 5000 നമ്മൾ മേടിച്ചായിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ നമ്മൾക്ക് ചെക്ക് ചെയ്യേണ്ട എന്താണ്, നമ്മുടെ കമ്പനി തരുന്ന ഇൻവോയ്സും നമുക്ക് ഡീലർ തരുന്ന ഇൻവോയ്സും സെയിം ആണോ എന്ന് ആദ്യം നോക്കുക. പക്ഷെ എന്നെ സംബന്ധിച്ചോളം എനിക്ക് അതിലൊരു വിശ്വാസക്കുറവോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷെ ഇത് ശ്രദ്ധിക്കാത്ത ആളുകൾ കാണും. നമ്മൾ പല ആൾക്കാരും ശ്രദ്ധിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി മേടിക്കുന്നു, ഡീലർ പറയുന്ന ഇൻവോയ്സ് എടുക്കുന്നു, പോകുന്നു, ഇതാണ് നടക്കുന്നത്. ആരും മെയിൽ ചെക്ക് ചെയ്യാറില്ല. ഓൾമോസ്റ്റ് 90 നമ്മൾ ഈ സാധാരണക്കാരുടെ ആൾക്കാർ ആരും ചെക്ക് ചെയ്യാറില്ല. നീ പറഞ്ഞ ഞാൻ പോലും ചെക്ക് ചെയ്യാറില്ലായിരുന്നു. എനിക്ക് അങ്ങനെ കുറെ അബദ്ധങ്ങൾ പറ്റിയിട്ടുള്ളതാണ്. ഞാനിപ്പം ചെയ്യുന്ന ജോലിയുടെ ഭാഗമായതുകൊണ്ട് തന്നെ ഈ ഇൻവോയ്സിനെ പറ്റിയിട്ടും ടാക്സിനെ പറ്റിയിട്ടും എല്ലാത്തിനെ പറ്റിയിട്ടും പഠിച്ചത് കൊണ്ട് എനിക്ക് ഇതിനെ പറ്റി വ്യക്തമായി മെയിൽ ചെക്ക് ചെയ്യേണ്ട ജോലിയും കൂടെ ആയതുകൊണ്ട് മെയിൽ ചെക്ക് ചെയ്യും. അപ്പം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല വണ്ടിയെ പറ്റി. ബാക്കി വണ്ടിയുടെ സർവീസ് കാര്യങ്ങൾ കോസ്റ്റ് എല്ലാം നമ്മൾ പിന്നീട് നമ്മൾ അറിയിക്കുന്നതായിരിക്കും. ഞാനിപ്പോ ഈ കാര്യം നിങ്ങളോട് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ പോലെ തന്നെ ഒരുപാട് പേര് EV വണ്ടികൾ എടുത്തവർ കാണും. അവരോടൊക്കെ സബ്സിഡി ഇല്ലാന്ന് പറഞ്ഞവര് കാണും. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ കമ്പനി അയച്ച, ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ വണ്ടി എടുക്കുന്ന ഡീലറിന്റെ ഇൻവോയ്സ് അല്ല, നിങ്ങൾക്ക് ഏത് വണ്ടിയുടെ ബ്രാൻഡ് ആണോ അവര് നിങ്ങൾക്ക് ഒരു മെയിൽ അയക്കും. എനിക്ക് ചേതക്കെന്നാണ് എനിക്ക് അയച്ചത്. എനിക്ക് വന്നേക്കുന്ന മെസ്സേജ് വന്നേക്കുന്ന ചേതക്കെന്നാണ്, എനിക്ക് വന്നേക്കുന്ന മെയിൽ വന്നേക്കുന്ന ചേതക്കെന്നാണ്. അപ്പൊ ആ ചേതക്കിന്റെ മെസ്സേജിനാണ് എനിക്കിത് കാര്യം മനസ്സിലായത്. അതേസമയം ഞാൻ ഈ വണ്ടി എടുത്ത ഡീലറിന്റെ അല്ല, ഡീലർ വേറെ ഇൻവോയ്സ് തരും. ആദ്യം കുറച്ച് തരുന്നില്ലായിരുന്നു, പക്ഷെ കിട്ടി. ഞാൻ ചോദിച്ചു മേടിച്ചു. നമ്മളെപ്പോഴും കണക്കാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് അവകാശമാണ് നമ്മളുടെ ബില്ല്, നമ്മുടെ ഇൻവോയ്സ് നമ്മുടെ അവകാശമാണ്. നമ്മളത് ചോദിച്ചു മേടിക്കണം, മിസ്റ്റേക്ക് ഉണ്ടോ നോക്കണം. ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം എല്ലാവരും വണ്ടി എടുക്കാനായിട്ട്. എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഷോറൂമിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിലും അവരുടെ സർവീസും ഒക്കെ നല്ലതാണ്. എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരുന്നു. എനിക്ക് ലോണൊക്കെ പെട്ടെന്ന് അപ്രൂവ് ആയി കിട്ടി. വണ്ടിക്ക് നമ്പർ കിട്ടാണ്ട് കുറച്ച് താമസം. പിന്നെ EV വണ്ടി ആയതുകൊണ്ട് പറഞ്ഞതിനേക്കാളും കുറച്ച് 5-6 ദിവസം കൂടെ കൂടി. അത് കാരണം എന്താ വെച്ചാൽ ഇപ്പൊ പല ബ്രാൻഡിന്റെ വണ്ടി കിട്ടാൻ 2-3 മാസം എടുക്കുന്നുണ്ട്. കവർ തന്നു, ഹെൽമെറ്റ് തന്നു. പിന്നെ ബാക്കി എനിക്ക് കവറ്, ഹെൽമെറ്റ് കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട്. അപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ ദേവന്റെ സന്തോഷമൊക്കെ കൂടെ പങ്കെടുക്കും. ഞാൻ ഈ കാര്യം പറയാനുള്ള കാരണം വെച്ചാൽ എനിക്കിത് പറയണമെന്ന് തോന്നിയത് കൊണ്ടാണ്. ഈ വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെടട്ടെ, അത്രേ ഉള്ളൂ.
അപ്പം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ EV വണ്ടി വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കേട്ട് അത് ഉൾക്കൊണ്ടേ മേടിക്കാവുള്ളൂ. വാങ്ങിയവരുണ്ടെങ്കിൽ നിങ്ങളുടെ ബില്ല് വെച്ചൊന്ന് റീചെക്ക് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇത് കിട്ടിയിട്ടുണ്ടോ. അതല്ല സബ്സിഡി ഇല്ലാതെ, സബ്സിഡി കിട്ടാത്തവരുണ്ടോ, സബ്സിഡി കിട്ടിയവരുണ്ടോ, നിങ്ങളൊക്കെ ചില EV വണ്ടി വാങ്ങിയവരായിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങളുടെ അനുഭവങ്ങൾ എന്തായിരുന്നു എന്നുള്ളത് കമൻറ്റിൽ രേഖപ്പെടുത്തുക. അത് ഞങ്ങൾക്കും ഉപകാരപ്പെടും, മറ്റുള്ളവർക്കും ഉപകാരപ്പെടും. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ.